ഇവിടെ എന്താ ഇങ്ങനെ? നമുക്ക് തോന്നിയില്ലേ? ആ ന്യൂസ്, ഇന്നത്തെ ന്യൂസും പേപ്പറും നിതിൻ രാജൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ ആ ഒരു ഇത് കേൾക്കുന്ന സമയത്ത്, വാർത്ത കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഒക്കെ ഉള്ളിൽ വരുന്ന ഒരു വാചകമാണ്, ഇതൊക്കെ കേരളത്തിലോ ഇവിടെയോ? കുട്ടികൾ അനുഭവിച്ച ക്രൂരതകൾ നമ്മളുടെ ചാനലിൽ കൂടെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ ഉള്ളിൽ ഒരു തരം സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. എന്തുകൊണ്ടെന്നാൽ, കാരണം എവിടെ പോയി നമ്മുടെ കുട്ടികളുടെ ഈ ഒരു പ്രതികരണ ശേഷി? എവിടെ പോയി? ഒരു കുട്ടിയുടെ ജീവനാണ് അകാലത്തിൽ നഷ്ടപ്പെട്ടത്. മനസ്സ് നിറഞ്ഞ വേദനയുണ്ട്. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വിഷയം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മരണം സംഭവിക്കേണ്ടി വന്നു. ആ കോളേജിൽ നടന്നിരുന്ന ക്രൂരതകൾ പുറം ലോകം അറിയാൻ. ഡെൻ്റൽ കോളേജ്, അത്രയും വിദ്യാഭ്യാസത്തിൽ +2 കഴിഞ്ഞ് BDSനൊക്കെ ഒരു എൻട്രൻസ് കിട്ടി, അല്ലെങ്കിൽ BDSന് ഒരു അഡ്മിഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ +2 വരെയുള്ള പ്രൊഫൈല് വളരെ നല്ല പ്രൊഫൈലൊക്കെ ആയിരിക്കും. ഓക്കെ, പഠിക്കാൻ നല്ല കുട്ടികൾ തന്നെയായിരിക്കും, മിടുക്കന്മാർ തന്നെയായിരിക്കും. ആ കുട്ടികൾ പോലും ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചത് ചാനലിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ ഒക്കെ മുമ്പിലൊക്കെ പ്രതികരിച്ച് അവരനുഭവിച്ച വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് സ്വയം ചിന്തിക്കണം, എന്തൊക്കെയാണ് നമുക്കിനി മുന്നോട്ട് ചെയ്യാനുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുട്ടികൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് അവർ നൽകിയ ഒരു ഉത്തരം ഇൻ്റേണൽ മാർക്സ് കുറയ്ക്കും എന്നാണ്. എന്താണ് ഈ ഇൻ്റേണൽ മാർക്സ് എന്ന് പറയുന്നത്? കോളേജിലെ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇട്ടുകൊടുക്കുന്ന മാർക്ക്. ഈ മാർക്ക് ഇടാനുള്ള മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ട്. വെറുതെ അങ്ങോട്ട് കയറി ഇട്ട് കൊടുക്കുകയല്ല ഇത്. ഈ മാനദണ്ഡങ്ങൾ എല്ലാം കുട്ടികൾക്ക് അറിയണം. കുട്ടികളത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ചാൽ, തെറ്റായിട്ടുള്ള രീതികൾ സംഭവിച്ചാൽ കോളേജിൽ ഗ്രീവൻസ് സെല്ലുകളുണ്ട്. നമുക്ക് ആ ഗ്രീവൻസ് സെല്ലുകളിൽ പരാതിപ്പെടാം. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എന്നാണ് ഒരു വിദ്യാർത്ഥി പറഞ്ഞത്. ഗ്രീവൻസ് സെല്ലിൽ പരാതിപ്പെട്ടിട്ട് നമ്മളുടെ മുന്നിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. കുട്ടികൾക്ക് പോയി പരാതിപ്പെടാൻ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ഗ്രീവൻസ് സെല്ലുണ്ട്. ഒന്നും വേണ്ട. ഇനി അതൊക്കെ തെറ്റാണ്, ശരിയായിരിക്കാം, പലപ്പോഴും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സമയം വൈകും എന്നല്ല. പക്ഷെ വൈകും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വൈകിയാലും സാരമില്ല, നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഈ ധൈര്യമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കോളേജിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ ഒരു 40 കുട്ടികൾ ചുരുങ്ങിയതുണ്ടാവും. ഈ 40ഉം ഒന്നായി നിന്നാൽ മാത്രം മതി. എന്ത് അനർത്ഥങ്ങൾ ഉണ്ടായാലും ആ അനർത്ഥങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് കാലത്ത് വളരെ ഈസിയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ, ചാനലുകൾ, ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ സംവിധാനങ്ങൾ, ഇതെല്ലാം ഇവർക്കുണ്ട്. എന്നിട്ടും ഇവർ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഇവരെ. നമ്മളുടെ കുട്ടികൾ ഭയപ്പെട്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംശയമില്ല, ആ വിവരം നമ്മൾ ഓരോ വീട്ടിലും അത് അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പ്രതികരിച്ചിട്ടില്ല. നമ്മളുടെ കുട്ടികളെ പുറത്ത് സംസാരിക്കാൻ, അതായത് അവരുടെ മേൽ നടക്കുന്ന അതിക്രമങ്ങൾ പുറത്തേക്ക് പറയാൻ അവർക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് പേടിയുണ്ടായിരിക്കാം. പക്ഷെ അവർ കൂട്ടായ്മയോടുകൂടി നിന്നിരുന്നുവെങ്കിൽ ആ പേടി പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എടുത്തു കളയാൻ പറ്റും. ഇപ്പം ഞാൻ ആ അധ്യാപകൻ HOD ആണെന്നാണ് പറയുന്നത്. റാം എന്താണ് അധ്യാപകൻ്റെ പേര് പറഞ്ഞ ഒരു അധ്യാപികയുടെ പേരും കേട്ടു. ഒരു സൈക്കോപ്പത്താണ് ആ അധ്യാപകൻ. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? അദ്ദേഹം ഒരു HOD ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, വിദ്യാർത്ഥികൾ മാത്രമല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത മറ്റ് അധ്യാപകർക്കും അദ്ദേഹത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും.
അവരും സംസാരിച്ചിട്ടില്ല, അവരും പേടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പേടിച്ചിരിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു തോന്നലാണ്, ഇത് നിതിൻ രാജിൻ്റെ വീട്ടിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അല്ല, ഇന്നത് നിതിൻ രാജിൻ്റെ വീട്ടിലാണെങ്കിൽ അത് നമ്മളുടെ വീട്ടിലും എന്നു വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത് അത് അതിൻ്റേതായിട്ടുള്ള രീതികളിൽ അതിനെ വഴിതിരിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടത്തിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് പ്രതികരിച്ചിട്ട് കാര്യം വൈകിട്ടുണ്ടാവും. ഇൻറ്റേർണൽ മാർക്സ് കുറയ്ക്കുക എന്നുള്ള ഭയപ്പാടായിരുന്നുവെങ്കിൽ ഇനി നമ്മൾ ആലോചിക്കണം, ഈ ഇൻറ്റേർണൽ മാർക്ക് എന്ന കൊലയാളിയെ നമ്മൾ അവസാനിപ്പിക്കണം. ഇന്നിപ്പോൾ ഞാൻ കണ്ടു, മന്ത്രി ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഇതിന് ശേഷം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, നിർത്തലാക്കണം. കഴിവില്ലാത്ത അധ്യാപകർ, കുട്ടികളെ കൃത്യമായിട്ട് വാല്യൂ ചെയ്യാൻ കഴിവില്ലാത്ത അധ്യാപകരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കണ്ട. അപ്പോൾ അതിന് നമ്മൾ ഇനി വിട്ടുപിടിക്കരുത്. ഇതോടുകൂടി ഇത് ചൂടാറാൻ പാടില്ല. കോളേജുകളിലെ കുട്ടികൾക്ക് ഇൻറ്റേർണൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അധ്യാപകർ മാത്രമല്ല, ഞാൻ പറയുന്നത് രക്ഷിതാക്കൾ ഒത്തുകൂടി നിന്ന് തന്നെ യൂണിവേഴ്സിറ്റിക്ക് സബ്മിഷനുകൾ കൊടുക്കണം. ഇൻറ്റേർണൽ എന്നുള്ള അതിക്രമം അവസാനിപ്പിക്കുക, പേടിപ്പറത്തൽ അവസാനിപ്പിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ പ്രൊജക്റ്റുകൾ, വൈവ മാർക്സ്, അതായത് അധ്യാപകരുടെ കയ്യിലേക്ക് എപ്പോഴാണോ അധികാരം കൊടുക്കുന്നത് ആ അധികാരമാണ് ദുർവിനിയോഗപ്പെടുന്നത്. നമ്മളൊന്ന് ചോദിക്കൂ നമ്മുടെ കുട്ടികളോട്, എവിടെയൊക്കെയാണ് ടീച്ചേഴ്സിന് ഇതുള്ളത്? ആ ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ ഇൻറ്റേർണൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് അന്വേഷിക്കണം, ഇൻറ്റേർണൽ മാർക്ക് എന്നാൽ നമ്മൾ എവിടെയോ നമ്മളുടെ കുട്ടികളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. അവരുടെ വിഷമങ്ങൾ നമ്മൾ ചോദിച്ചിട്ടില്ല. ഒരു PTA വിളിച്ചാൽ പോലും നമ്മൾ പോവാറില്ല. കുട്ടികൾ പറയുന്ന അണക്കേടാണ്, അച്ഛനും വരണ്ട, അമ്മ വരണ്ട, അച്ഛൻ വരണ്ട എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ഇനി PTA നിങ്ങൾ മീറ്റിങ്ങുകൾക്ക് പോണ്ട. നമ്മൾ പേരൻസ്, ഈ 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ഈ 40 കുട്ടികളുടെ പേരൻസും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കൂ. നിങ്ങളുടെ ഒരു കുട്ടി വന്ന് ആ വിഷമം വന്ന് വീട്ടിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അതിൽ നമ്മളൊരു വാർത്ത കേട്ടു, ഒരു ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ അടിക്കും. ഇത് എന്താണിത്? വെള്ളരിക്ക പട്ടണം കേരളത്തിലോ? ഇവിടെ എന്താ ഇങ്ങനെ? ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഘോരമായിട്ട് ക്ലാസ് റൂമുകളിലും ഒക്കെ കൃത്യമായിട്ട് സ്കൂളുകളിലും ഒക്കെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ, ക്ലാസ്സാണ് ഇഷ്ടം പോലെ ഓരോരുത്തരെയും വിളിച്ചിട്ട്, എന്നിട്ട് ഒരു പെൺകുട്ടി പോലും പ്രതികരിച്ചിട്ടില്ല. ആ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് അന്ന് വിഷമിച്ച് മുഖം കറന്ന് വന്നിട്ടുണ്ടാവും. ആ കുട്ടിയുടെ പേരൻസ് അന്വേഷിച്ചിട്ടില്ല. ആൺകുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കും, മുടി പിടിച്ചു വലിക്കും. ഇത് നടന്നിട്ടില്ല. ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടാണ് നടന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. 18, 19 BDS ഫസ്റ്റ് ഇയർ, അവിടെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും ഇത് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്തിനാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി? എവിടെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ, ഞാൻ സത്യം പറയാം, ഞാനും ഒരു 25 വർഷം അധ്യാപികൻ, ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഇവരുടെ ഉള്ളിൽ ഒരു വിവേചനവും ഇല്ല. കുട്ടികളുടെ ഉള്ളിൽ തമ്മിൽ ജാതിയോ അവിടെ മതമോ അവിടെ ഇതോ ഒന്നുമില്ല. ഇവരൊറ്റക്കെട്ടാണ്. വളരെ സന്തോഷമായിട്ടാണ് ഇവർ ക്ലാസ് റൂമിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്തിട്ടും ഇതെടുത്തിട്ടും കളിചിരി തമാശകളും ഒക്കെ ആയിട്ട് അവരുടെ ഉള്ളിൽ പോലും അവരുടെ ഒരു കുട്ടിക്ക് സംഭവിച്ചത് അവരത് ഏറ്റെടുത്തിട്ടില്ല. ഒരു കുട്ടീനെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഒരു അധ്യാപകൻ മോശമായി പെരുമാറിയാൽ ആ ക്ലാസ് റൂമിൽ നിന്നും ആ അധ്യാപകൻ, നമ്മൾ 40 പേരും ഒരുമിച്ച് നിന്നാൽ പിന്നെ പോവാൻ ബുദ്ധിമുട്ടാണ്. മാപ്പ് പറയാതെ പിന്നെ അതിൽ നിന്ന് പോകാൻ പറ്റില്ല. ആ ക്ലാസ് റൂമിൽ നിന്ന് പിന്നെ പുറത്ത് കടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ, എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ആയിരിക്കാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലൊരു കുട്ടി ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും ചെമ്മണ്ണാടില്ല, ഇങ്ങനെ ഇവരെ അടിച്ചമർത്തി വളർത്തുന്നത് കൊണ്ടാണോ ഇവർക്ക് ഈ പുറത്ത് നടക്കുന്ന അന്യായങ്ങൾ പോലും അവിടെയൊക്കെ നിശബ്ദമായി ഇരുന്നത്? എവിടെയാണ് കോളേജ് യൂണിയൻ? ഒരു കോളേജ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ്റെ
എന്താണ് യൂണിയൻ ചെയ്യേണ്ടതെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ബോധം യൂണിയൻ മെമ്പേഴ്സിനുണ്ടെങ്കിൽ അവർ പ്രതികരിക്കില്ലേ? നിങ്ങൾ നോക്കി നോക്കൂ, ഇപ്പോഴും ആ ക്ലാസ്സിലെ കുട്ടികൾ ആ വീട്ടിലേക്ക് ചെന്നില്ല എന്നാണ് പറയുന്നത്. ആ ക്ലാസ്സിലെ കുട്ടികളുടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ബന്ധുക്കളോ കാണുന്നുണ്ടെങ്കിൽ, ആ കുട്ടികൾ ഇന്ന് വളരെയധികം ട്രോമയിലായിരിക്കും. കാരണം പറഞ്ഞില്ലല്ലോ, നമ്മൾ അന്വേഷിച്ചില്ലല്ലോ, അവർ ഭയങ്കര വിഷമത്തിലായിരിക്കും ഇന്ന്. അവരെ നമ്മൾ പേരൻസാണ് കൈ പിടിച്ച് അവിടേക്ക് കൊണ്ടുപോകേണ്ടത്. ഒരു 2-3 കുട്ടികൾ അവിടെ പാരൻറ്റുമായിട്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് അത് ഏറ്റവും വലിയ ആശ്വാസമാണ്. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഒക്കെ ആ ആത്മാവ് ഇപ്പോഴും ഉണ്ട്. കൊണ്ടുപോവൂ. നേരം ഇനിയും വൈകിയിട്ടില്ല. നിങ്ങളുടെ മക്കളെ പിടിച്ച് നിങ്ങൾ ആ വീട്ടിലേക്ക്, ഇവർ പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവിടെ ചെന്നാൽ ചോദ്യങ്ങൾ വരുമോ, നിങ്ങൾ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം വേണ്ട, ആ അമ്മയും അച്ഛനെയും ഒന്ന് കാണൂ നിങ്ങൾ. അതേപോലെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള വേദികൾ ഒരുപാടുണ്ട്. പണ്ടത്തെ പോലെയല്ല ഒരു ദൂരദർശൻ ചാനലും വെച്ച് ഇരുന്നിരുന്ന കാലമല്ല ഇപ്പോൾ. ഇഷ്ടം പോലെ ചാനലുകളാണ്. സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവാണ്. പോലീസിലേക്കൊക്കെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ചെല്ലുമ്പോൾ അവരത് വളരെ വ്യക്തമായി തന്നെ അതൊക്കെ പരിഹരിക്കപ്പെടും. ചിലപ്പോൾ ഡിലേ വന്നേക്കാം, അത് സാരില്ല. തോൽവിയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവനേക്കാൾ വലുതൊന്നുമല്ല തോൽവികളൊക്കെ നമ്മുടെ ലൈഫിൽ ഇഷ്ടം പോലെ വരാം. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നിതിൻ രാജന്, അതേപോലെ സിദ്ധാർത്ഥൻ നോക്കി നോക്കൂ. സിദ്ധാർത്ഥൻ സംഭവിക്കുന്നത് ഒരു ഹോസ്റ്റലിൽ വെച്ചിട്ടാണ്. എത്ര കുട്ടികൾ ആ ഹോസ്റ്റലിലുണ്ടായിരുന്നു. പ്രതികരണശേഷിയില്ല. അപ്പോൾ ഈ പ്രതികരണശേഷിയില്ല കുട്ടികളുടെ കളഞ്ഞുകൊണ്ടുള്ള എന്ത് കരിക്കുലമാണ് നമുക്ക് വേണ്ടത്? ജീവിക്കാനല്ലേ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്? ഡെബിറ്റും ക്രെഡിറ്റും, അതല്ലെങ്കിൽ റഷ്യയുമായിട്ട് തമ്മിലുള്ള ഇന്ത്യയുടെ GDP, ഇതൊക്കെ പഠിച്ചോട്ടെ. ജീവിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലോ? സൗഹൃദത്തിൻ്റെ വിലകൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലോ? ഒരു അപകടകാരിയായിട്ടുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ നമ്മുടെ ക്യാമ്പസിൽ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിർത്താൻ പറ്റാവുന്നൊരു ശക്തി നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ വിദ്യാഭ്യാസം? ഇതെല്ലാം തിരുത്തപ്പെടണം. എല്ലാം മുച്ചോടെ ഇത് മൊത്തം മാറ്റണം. അതിന് മാറ്റണമെങ്കിൽ നമ്മൾ പാരൻസ് ഒപ്പം നിൽക്കണം. നമ്മൾ പാരൻസ് കുട്ടികളുടെ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയണം. എല്ലാം കിട്ടും നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ. നമ്മൾ അവരുടെ ഒപ്പം നമ്മളും ഇറങ്ങണം. നമ്മൾ പോകണം മീറ്റിങ്ങുകളിലേക്ക്, നമ്മൾ നീങ്ങണം യൂണിവേഴ്സിറ്റികളിലേക്ക്. നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ ഒരു അപകടത്തിൽ നിന്നും നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ള കുട്ടികളെങ്കിലും അത്യാവശ്യം പ്രതികരണ ബുദ്ധിയോട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വളരട്ടെ. ഇങ്ങനെയുള്ളൊരു നഷ്ടം ഒരമ്മയ്ക്കും ഒരച്ഛനും സംഭവിക്കാതിരിക്കട്ടെ. നിയമം ഇനി അതിൻ്റേതായിട്ടുള്ള വഴികളിലേക്ക് പോവാം. നമുക്ക് സപ്പോർട്ട് ചെയ്യാം, മാനസികമായിട്ടൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ ഒപ്പം ചേർന്ന് നിന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. നന്ദി, നമസ്കാരം.